കേരള രാഷ്ട്രീയത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉത്സവം കൂടി വരാൻ പോകുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ്. പാലക്കാട്ടിൻ്റെയും ചേലക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാകാൻ അല്ലെങ്കിൽ വീണ്ടും രാഷ്ട്രീയ പോർമുഖങ്ങൾ തുറക്കാൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്നു. നിലമ്പൂരിൽ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ് എന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്ത് ഇവിടെ ഈ സ്ഥാനാർത്ഥി നിർണയം ഒരു കീറാമുട്ടിയാകുമോ, LDFനും UDFനും കീറാമുട്ടിയാകുമോ എന്ന ചർച്ചകൾ ഉയർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്ന നാട്ടിൽ രാഷ്ട്രീയമായി ഏറ്റവും അധികം രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുകയും രാഷ്ട്രീയമായി ചിന്തിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് എന്നത് വ്യക്തമാണ്. ഒരുപക്ഷെ മറ്റ് പല സംസ്ഥാനങ്ങളെക്കാളധികം എപ്പോഴും രാഷ്ട്രീയം തിന്നുറങ്ങുന്ന കുടിക്കുന്ന ഒരു ജനസമൂഹമായി കേരളം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ വിഷയവും ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും മലപ്പുറത്തെ നിലമ്പൂരിൽ PV അൻവർ MLA സ്ഥാനം രാജിവെച്ച ഒഴിവ് നികത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തായാലും അൻവർ രാജിവെച്ചിട്ടേ ഉള്ളൂ. മണ്ഡലത്തിലെ ചരിത്രത്തിൻ്റെ മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. അങ്ങനെ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പായിരിക്കും നടക്കുന്നത്. ഇതിനു മുമ്പ് 2 തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് എന്നതാണ്. നമ്മൾ അത്തരം കാര്യങ്ങൾ പിന്നീട് താഴെ പറയാം. എന്നാൽ നിലവിൽ വന്നിട്ട് 60 വർഷം പൂർത്തിയായ നിലമ്പൂർ ഇടതു വലതു മുന്നണികൾക്ക് കയ്പും മധുരവും നൽകിയിട്ടുള്ള ഒരു മണ്ഡലമാണ് എന്ന് പറയേണ്ടതുണ്ട്. K കുഞ്ഞാലി, ആര്യാടൻ മുഹമ്മദ്, MP ഗംഗാധരൻ, TK ഹംസ തുടങ്ങി തലയെടുപ്പുള്ള നേതാക്കളെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ച ചരിത്രം നിലമ്പൂരിനുണ്ട്. ഒരു സിറ്റിംഗ് MLA വെടിയേറ്റു മരിച്ച അപൂർവ ചരിത്രവും നിലമ്പൂരിനുണ്ട്. അതായത് 1969 K കുഞ്ഞാലി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആയിരുന്നു മണ്ഡലത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മലപ്പുറം ജില്ല നിലവിൽ വരുന്നതിന് മുമ്പേയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. 1965 മഞ്ചേരി മണ്ഡലം വിഭജിച്ചാണ് നിലമ്പൂർ രൂപീകരിച്ചത്. K കുഞ്ഞാലിയാണ് ആദ്യ MLA. 1967 കുഞ്ഞാലി വിജയം ആവർത്തിക്കുകയും ചെയ്തു. 2 തവണയും തോൽപ്പിച്ചത് ആര്യാടൻ മുഹമ്മദിനെയാണ്. കുഞ്ഞാലി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 1970 ആണ് ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെ നിലവിലുള്ള MLA കൊല്ലപ്പെട്ട ഒരു ചരിത്രം കൂടി നമ്മുടെ ഈ നിലമ്പൂരിനുണ്ട്. 1970 അതിനുശേഷം ആദ്യമായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതും അങ്ങനെയാണ്. എന്തായാലും അന്ന് സഹതാപ തരംഗം CPMനെ തുണച്ചില്ല. CPMന്റെ സ്ഥാനാർത്ഥിയായിരുന്നു K കുഞ്ഞാലി. പക്ഷേ കുഞ്ഞാലിയുടെ ഈ സഹതാപ തരംഗമൊന്നും അന്ന് CPMനെ തുണച്ചില്ല. കോൺഗ്രസിന്റെ MP ഗംഗാധരൻ CPMന്റെ VP അബൂബക്കറിനെ തോൽപ്പിച്ച് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ കന്നി വിജയം അങ്ങനെ സ്വന്തമാക്കി. 1970 കുഞ്ഞാലി മരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യമായിട്ട് കോൺഗ്രസ് അവിടെ ഒരു വിജയം കൊണ്ടുവരുന്നത്, കന്നി വിജയം നേടിയെടുക്കുന്നത്. 1977 ആര്യാടൻ ആദ്യമായി നിലമ്പൂരിൽ വിജയിച്ചത്. 1980 രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുക്കപ്പെട്ട് 10 ദിവസത്തിനകം C ഹരിദാസ് ആര്യാടൻ മുഹമ്മദിന് വേണ്ടി MLA സ്ഥാനം രാജിവെച്ചു. കോൺഗ്രസ് U നേതാവായിരുന്ന C ഹരിദാസ് തോൽപ്പിച്ചത് അന്ന് കോൺഗ്രസ് I നേതാവായിരുന്ന ഇന്നത്തെ CPM നേതാവ് TK ഹംസയെ ആയിരുന്നു. മാത്രമല്ല അന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അന്ന് ഈ ആര്യാടൻ മുഹമ്മദിനെ CPM വിശേഷിപ്പിച്ചിരുന്നത് കുഞ്ഞാലി അന്ന് MLA ആയിരുന്ന കുഞ്ഞാലിയെ വധിച്ചതിൻ്റെ പ്രധാന സൂത്രധാരൻ ഈ ആര്യാടൻ മുഹമ്മദ് എന്നാണ് അന്ന് CPM എല്ലാം ആരോപിച്ചിരുന്നത്. പക്ഷേ രാഷ്ട്രീയ ചലനങ്ങൾ മാറി വരുമ്പോൾ അത് കോൺഗ്രസ് പിന്നെ ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കോൺഗ്രസ് U ടിക്കറ്റിൽ 80 ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കോൺഗ്രസ് Iലെ MR ചന്ദ്രനെ തോൽപ്പിക്കുന്നത്. നോക്കുക, അങ്ങനെ ഒരു പ്രത്യേകതയും ഉണ്ട്. അതായത് CPM ആരെയാണോ തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ കൊലപാതകിയെന്ന് ആരോപിച്ചിരുന്നത് അയാളെ തന്നെ സ്വന്തം മുന്നണിയുടെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു എന്നത് നിലമ്പൂരിൽ CPMന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. എന്തായാലും 1982 നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്കും രാഷ്ട്രീയ രംഗം കീഴ്മേൽ മറിഞ്ഞിരുന്നു.
ടി.കെ. ഹംസ ഇടതുപക്ഷ സ്വതന്ത്രനായും ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും ഗോതയിലിറങ്ങി. അന്ന് ആര്യാടൻ ടി.കെ. ഹംസ കോൺഗ്രസ് ഐയുടെ ഭാഗത്തായിരുന്നു. പിന്നീടാണ് അദ്ദേഹം സ്വതന്ത്രനായിട്ട് വരുന്നതും CPM ഹംസയെ സ്വതന്ത്രനായിട്ട് പിടിച്ച് മത്സരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ വീണ്ടും അത്തരത്തിലുള്ളൊരു മത്സരം വരുന്നു. കടുത്ത പോരാട്ടത്തിൽ ടി.കെ. ഹംസ നേരിയ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിക്കുകയും ചെയ്തു. 1987 ദേവദാസ് പൊറ്റക്കാടിനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയ ആര്യാടന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2016 വരെ അദ്ദേഹം വിജയം തുടർന്നു. 2016 മത്സരരംഗത്തൊന്നും മാറി മകൻ ഷൗക്കത്തിനെ രംഗത്തിറക്കി. ഇടത് സ്വതന്ത്രനായി എത്തിയ അൻവറിന് മുന്നിൽ കോൺഗ്രസിന്റെ കുത്തക തകരുകയും ചെയ്തു. അങ്ങനെ അൻവർ അവിടെ വിജയിച്ചിരുന്നു. നേരത്തെ ഹംസയെ സ്വതന്ത്രനായിട്ട് നിർത്തി വിജയിപ്പിച്ചെടുത്തതുപോലെ അൻവറിനെയും സ്വതന്ത്രനായി നിർത്തി വിജയിപ്പിച്ചു. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഷൗക്കത്തിനെയാണ് അന്ന് UDF സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചത്. പക്ഷേ സ്വതന്ത്രനായി വന്ന അൻവർ അത് വിജയിക്കുകയും ഈ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുകയും ചെയ്ത ചരിത്രം അവിടെയുണ്ട്. എന്തായാലും ജില്ലയിലെ ഉപതെരഞ്ഞെടുപ്പുകൾ പലതരത്തിലാണ്. എന്തായാലും മലപ്പുറത്ത് 2 ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഞാൻ നിങ്ങളുടെ പറഞ്ഞിരുന്നല്ലോ. അതിൽ 1970 നിലമ്പൂരിലെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. CPM MLA കെ കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ MP ഗംഗാധരൻ വിജയിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1980 നിലമ്പൂർ ആണ്. അന്ന് കോൺഗ്രസ് MLA C ഹരിദാസ് രാജിവെച്ച ഒഴിവിൽ അതേ പാർട്ടിയിലെ ആര്യാടൻ മുഹമ്മദ് ജയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മന്ത്രിയായ ആര്യാടൻ നിയമസഭയിലെത്താൻ വേണ്ടിയാണ് ഹരിദാസ് രാജിവെക്കേണ്ടി വന്നത്. അങ്ങനെ ഹരിദാസ് ഒരു ത്യാഗം ചെയ്തിട്ടാണ് അവിടെ ആര്യാടൻ മുഹമ്മദിനെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തത്. അങ്ങനെ 2 ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത്. ഒന്ന് ഹരിദാസ് രാജിവെച്ചതും രണ്ടാമത് കുഞ്ഞാലി കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടാണ് 2 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ ഇതാ മറ്റൊരു രാജി, അതായത് ഹരിദാസ് രാജിവെച്ചതുപോലെ ഹരിദാസ് രാജിവെച്ചത് സ്വന്തം നേതാവ് മന്ത്രിയായപ്പോൾ മന്ത്രിയാകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സുരക്ഷിതമായ ഒരു സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ രാജി വന്നിരിക്കുന്നത് സ്വന്തം മുന്നണിയിൽ നിന്നും വെല്ലുവിളിച്ചുകൊണ്ട് ആ സ്വന്തം മുന്നണിയിലെ പുഴുക്കുത്തുകളെ സമൂഹത്തിൽ തുറന്നു പറഞ്ഞുകൊണ്ട് സ്വന്തം മുഖ്യമന്ത്രിയെ തന്നെ പ്രതിക്കൂട്ടിലായിക്കൊണ്ട് പാർട്ടിയും പ്രതിക്കൂട്ടിലായിക്കൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഈ PV അൻവർ രാജിവെച്ചിട്ട് മാതൃക കാട്ടിയിരിക്കുന്നു. അങ്ങനെ ആ രാജിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3ാമത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 3ാമത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും വിജയിക്കുന്നത്? അത് UDF തന്നെ ആയിരിക്കും എന്ന് രാജിവെച്ച PV അൻവർ തന്നെ പറയുന്നു. UDFും അങ്ങനെ തന്നെ പറയുന്നു. പക്ഷേ ഇടതു മുന്നണി പ്രത്യേകിച്ച് CPM അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവിടെ CPM ഇനി ഏത് സ്വതന്ത്രനെയാണ് തപ്പിപ്പിടിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇനി നമ്മൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രധാന വിഷയം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.